സിപിഐഎമ്മിന്റെ ആസ്ഥാന മന്ദിരമായ എകെജി സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എകെജിയുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളും എൽ.ഡി.എഫിന്റെ ഘടകകക്ഷി നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിശദമായ റിപ്പോർട്ടുമായി കമലേഷ് ചേരുന്നു. ഗംഭീരമായ ചടങ്ങുകളോടുകൂടി തന്നെയാണ് സിപിഐഎമ്മിന്റെ സംസ്ഥാന സമിതി ഓഫീസ് എകെജി സെന്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആദ്യം ഈ എകെജി സെന്ററിലെ പുതിയ കെട്ടിടത്തിൽ പതാക ഉയർത്തി പാർട്ടിയുടെ മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻ പിള്ളയാണ് പതാക ഉയർത്തിയത്. അതിനുശേഷം നാടമുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം ഈ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇതിനുശേഷമാണ് ഈ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പൊതുസമ്മേളനം, ഈ ഉദ്ഘാടന സമ്മേളനം നടന്നത്. വിവിധ നേതാക്കൾ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത്. അതോടൊപ്പം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം.എ. ബേബി, അതോടൊപ്പം പൊളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവൻ, സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മറ്റ് എൽ.ഡി.എഫിലെ ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി, പാർട്ടിയുടെയും സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇതിലെ ഈ സ്വാഗത പ്രസംഗം നടത്തിയത് എ.കെ. ബാലനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അതിനുശേഷം ഉദ്ഘാടന പ്രസംഗത്തിലും പിന്നീട് എം.എ. ബേബി അടക്കം സംസാരിച്ചപ്പോഴും എല്ലാം തന്നെ ഒരു ഊന്നി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 ടേമുകളിലായി ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുകയാണ് കേരളം. മൂന്നാമതൊരു തവണ കൂടി എൽ.ഡി.എഫിന് അധികാര തുടർച്ച ഉണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രസംഗങ്ങളാണ് പ്രധാനമായും ഉണ്ടായിട്ടുള്ളത്. അതിന് കൂടുതൽ ജാഗ്രതയോടുകൂടി പാർട്ടിയും പാർട്ടി സഖാക്കളും മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് എം.എ. ബേബി അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഉന്നയിച്ചു. കേരളം വലിയ നിലയിലുള്ള ഒരു കുതിപ്പ് നടത്തുമ്പോൾ പോലും കേന്ദ്രം വലിയ നിലയിൽ കേരളത്തെ പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനമാണ് അദ്ദേഹം വെച്ചത്. നിരവധിയായ കെടുതികൾ കേരളത്തിന് സംഭവിച്ചപ്പോഴൊന്നും തന്നെ വലിയ നിലയിലുള്ള സഹായം, ഒരു തരത്തിലുമുള്ള സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നുമില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ മൂന്നാമതൊരു വട്ടം കൂടി എൽ.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വരും, ജനങ്ങൾ അത്തരമൊരു തീരുമാനമെടുക്കും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ അത്തരമൊരു പ്രത്യാശ പങ്കുവെച്ചുകൊണ്ടുകൂടി തന്നെയാണ് ഈ ഒരു ഉദ്ഘാടന സമ്മേളനം നടന്നിട്ടുള്ളത്. ഏതായാലും സിപിഐഎമ്മിന് പുതിയ സംസ്ഥാന സമിതി ഓഫീസ് വന്നിരുന്നു. നേരത്തെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമെന്ന് പറയുന്നത് എകെജി പഠന ഗവേഷണ കേന്ദ്രമാണ്. ഇനിയിപ്പോൾ ആ കെട്ടിടം, പഠന ഗവേഷണ കേന്ദ്രം, കൂടുതൽ ഗവേഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പാർട്ടിയുടെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇനി പുതിയ എകെജി സെന്റർ, പുതിയ സംസ്ഥാന സമിതി ഓഫീസുമായി ബന്ധപ്പെട്ടായിരിക്കും നടക്കുക.